എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴമൊന്നും ചേർക്കാതെയാണ് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ച വെച്ചാലും കേടൊന്നും വരില്ല. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഇടിയപ്പം പത്തിരിപ്പൊടി ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി പൊടിയെല്ലാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വിസ്ക് കൊണ്ട് മിക്സ് ആക്കുന്ന സമയത്ത് എല്ലാം ഒരുപോലെ എത്തും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഉണ്ണിയപ്പത്തിന് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 1/4 കപ്പോളം ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഇതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര നന്നായിട്ട് ഉരുകി വരട്ടെ. ശർക്കര പാനിയിൽ നല്ല പോലെ തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതാ ചൂടോട് നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുക. ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി കുറച്ച് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പോളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്ത മാവാണിത്. അപ്പൊ നമ്മളിതാ ഇങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ ഒരു ശരിയായൊരു കൺസിസ്റ്റൻസി. ഈ ഒരു ഇതിലാണ് വേണ്ടത്. അധികം ലൂസായി പോകാനും പാടില്ല, അധികം കട്ടിയിലും ആകാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം, അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 5-6 ഏലക്ക പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ജീരകം സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഇതിലേക്ക് ആട്ടപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആട്ടപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീരകപ്പൊടി ചേർക്കുന്നത്. പിന്നെ ചെറിയൊരു അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ എള്ളും ഒന്ന് വറുത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് വറക്കാനായിട്ട് ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് എടുക്കുമ്പോൾ കുറച്ച് നല്ലൊരു ഉണങ്ങിയ തേങ്ങ നോക്കിയിട്ട് എടുക്കണം. അപ്പൊ ഉണങ്ങിയ തേങ്ങ എടുക്കുമ്പോൾ ആ ഒരു തേങ്ങാക്കൊത്തിന് നല്ലൊരു ടേസ്റ്റ്, അതുപോലെ തന്നെ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലൊരു കളറ് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു തേങ്ങാക്കൊത്ത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അഴുക്കുണ്ടാവും. ഇനി ഇതാ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ചൊന്ന് തണുത്ത ശേഷമാണ് നമുക്കിത് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ മാവ് വെന്ത് പോകും. അപ്പൊ ഒന്ന് തണുത്ത് വരട്ടെ. ഇനി ഇതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എള്ളും തേങ്ങാക്കൊത്തും കൂടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മാവ് ഇങ്ങനെ മണിക്കൂറുകളോളം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ തന്നെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് ഇതാ ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു കാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഉണ്ണിയപ്പത്തിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് നല്ല നാടൻ രുചി കിട്ടുന്നത്. ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ഉണ്ണിയപ്പത്തിന് നല്ലൊരു രുചി കിട്ടുന്നത്. വെളിച്ചെണ്ണയും നെയ്യും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ മാത്രം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണമെന്നില്ല. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഇരുമ്പിന്റെ കാരയാണ്. ഉണ്ണിയപ്പം, കാരയിലപ്പം, നെയ്യപ്പം എന്നൊക്കെ പറയാറുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഉണ്ണിയപ്പത്തിന് മാവ് ഒഴിക്കുമ്പോൾ ഫ്ലെയിമിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ആക്കി വെക്കരുത്. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം
ചുട്ടെടുക്കാൻ വേണ്ടി. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിക്കണ്ട. ഒരു ഭാഗം വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഓരോ അപ്പവും. അപ്പം 2 ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ അടുത്ത മാവും ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് കട്ടി കൂടി പോയാൽ അപ്പം വെന്ത് കിട്ടൂല. അതുപോലെ തന്നെ ലൂസായി പോയാൽ അപ്പം പൊട്ടിപ്പോകും. ഉണ്ണിയപ്പം ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം പോയി പൊങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഉണ്ണിയപ്പം 2 ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഉണ്ണിയപ്പം ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ സോഫ്റ്റ്നെസ്. ഇത് കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അതേ പാകത്ത് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പം ഇരിക്കുന്നത്. നമ്മൾ ഗോതമ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് അതിന്റെ ആ ഒരു സ്വാദൊന്നും അറിയുന്നില്ല. കാരണം നമ്മൾ ഇതിലേക്ക് ജീരകപ്പൊടിയും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തില്ലേ. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പം ഇരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് അരി കുതിർത്ത് വെച്ച് ഒന്നുകിൽ നമ്മൾ അരച്ചു വെക്കോ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ ആണ് ഉണ്ടാക്കാറ് അല്ലെ. മാത്രമല്ല നമ്മൾ ഇത് കുറെ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. എന്നാൽ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പത്തിന് അങ്ങനെ കുറെ നേരം റെസ്റ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. മാവ് കലക്കിയ ഉടനെ തന്നെ മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ശർക്കര എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഡാർക്ക് ശർക്കര കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്. എനിക്ക് ചെറിയ ലൈറ്റ് കളറുള്ള ശർക്കരയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ അപ്പം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കറിയാം എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ അപ്പം. നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പത്തിന്. അതുപോലെ തന്നെ നമ്മൾ ഈ മാവിലേക്ക് പഴമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറെ നാള് കേടുകൂടാതെ ഇരിക്കും. കണ്ടില്ലേ നമ്മുടെ അപ്പത്തിന്റെ ആ ഒരു ഉൾഭാഗം. നമ്മൾ ഈ അപ്പം ഒരെണ്ണം എടുത്ത് കഴിച്ചാല് വീണ്ടും എടുത്ത് കഴിക്കണം എന്ന് തോന്നിപ്പോവും. അത്രയും നല്ല ടേസ്റ്റും സോഫ്റ്റും ആണ് അപ്പത്തിനുള്ളത്. ഈ അപ്പത്തിലാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ പിടിച്ചിട്ടുമില്ല. കണ്ടില്ലേ. അപ്പൊ അപ്പത്തിന്റെ ആ ഒരു അളവ് കാര്യങ്ങൾ അതൊക്കെ വെള്ളത്തിന്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഫ്ലെയിമിന്റെ ഒക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി. അപ്പൊ വിഷുവിന് നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വിഷുവിന് കണി വെക്കാൻ നേരത്ത് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അരി കുതിർത്തി വെക്കേണ്ട. മാത്രമല്ല നമ്മൾ ഇതിലേക്ക് പഴമൊന്നും ചേർത്ത് കൊടുക്കുന്നുമില്ല. അപ്പൊ ഇതാ ഇന്നത്തെ ഈ ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനി അടുത്ത പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.